വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രായലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14 വചനം തൊട്ട് 16 വരെ നമുക്ക് വായിക്കാം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന് സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നോക്കിക്കേ, ദൈവം പ്രസാദിക്കുന്ന യാഗങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ യാഗങ്ങൾ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾക്ക് വരുവാനുള്ളതിനെ നാം അന്വേഷിക്കുന്നവരാണെങ്കിൽ, എന്ന് വെച്ചാൽ കർത്താവിൻ്റെ രാജ്യം, കർത്താവ് വരുമ്പോൾ നമ്മളെയും ആ രാജ്യത്തിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക. ദൈവനാമത്തെ ഏറ്റുപറയുന്നതാണ് സ്തോത്രം പറയുക എന്ന് പറയുന്നത്. സ്തോത്രം എന്ന് നമ്മൾ പറയുമ്പോൾ നാം നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപറയുകയാണ്. ഇവിടെ ഇടവിടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പം ദൈവം പ്രസാദിക്കുന്ന യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയാകണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ ക്രിസ്തയേശുവിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മളെ വീണ്ടെടുത്തത് ക്രിസ്തയേശുവിൽ കൂടിയാണ്. അപ്പോൾ വീണ്ടെടുത്തത് കൂടി ദൈവം ആഗ്രഹിക്കുന്നത്, പിതാവാൻ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യണം. എല്ലാം നടത്തുന്നത്, എല്ലാം തരുന്നത്, എല്ലാം നിവർത്തിക്കുന്നത് നമ്മുടെ കർത്താവാണ്, പിതാവാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്ന് പിതാവ് ക്രിസ്തയേശുവിൽ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കുവാൻ, അധരത്തിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള യാഗമർപ്പിക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.